നമസ്കാരം. ദുബായിൽ നിന്ന് ഒരാൾ നിരന്തരം വിളിക്കും, ഒരുപാട് പേര് വിളിക്കും. അതിലൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ആദ്യമേ പറയും, സ്വാമി എന്നോട് ചൂടാകരുത്, എന്നെ വഴക്കൊന്നും പറയരുത്, ഞാൻ അമ്പലത്തിലൊന്നും പോകാറില്ല, ദൈവവിശ്വാസമൊന്നും എനിക്ക് അങ്ങനെയില്ല. എന്നാൽ ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല, ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് എന്തോ ഇതിലൂടെയൊന്നും ഒരു അടുപ്പം തോന്നാത്ത ഒരു ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പുതുമ തോന്നും. അങ്ങനെ ഒരാളോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു തിരക്കുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും വിളിക്കൂ. തിരക്കെന്ന് പറഞ്ഞാൽ മറ്റൊന്നും തിരക്കല്ല, ഒരു ഫോണിൽ തന്നെ ഓരോ ഫോണുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹം അടുത്ത കാലത്ത് എന്നോട് വന്നു. അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം എന്നെ കാണുന്നത്. ഞാൻ ഈ ഓരോന്ന് വിളിക്കുമ്പോൾ അവരുടെ ഇൻസിഡൻറ്റ് ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. ചിലത് ഓർമ്മിക്കും, ചിലത് വിട്ടുപോകും. ഇതെല്ലാം നമ്മൾ പ്രേക്ഷകരോട് പറയുമ്പോൾ ഇത് വിശ്വസിക്കുമോ എന്ന് എനിക്കൊന്നറിയില്ല. എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ പണം, ആ പേര് ഞാൻ പറയുന്നില്ല, ചെറുപ്പക്കാരൻ്റെ, ഇദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു വെമ്പായത്ത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മുറിപ്പാലത്തറ മാടൻ തമ്പുരാനിൽ വന്നാൽ എനിക്ക് ഒരുപാട് സമയമെടുക്കും, അവിടെ ആൾക്കാരുണ്ട്, എനിക്ക് സമയമെടുത്ത് ചുമ്മാ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. വളരെ അപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ വെറുതെ ഒരാൾ വരില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. കാരണമില്ലാതെ അദ്ദേഹം വരില്ല. ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഒരു എത്തിക്സ് ഉള്ള ചെറുപ്പക്കാരനായിട്ട് അയാളെ സംസാരത്തിൽ തന്നെ തോന്നി. അദ്ദേഹത്തിൻ്റെ പ്രശ്നം, സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു വനപ്രദേശത്തിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഇഷ്ടം പോലെ പാറയുണ്ട്. പാറ എന്ന് പറയുമ്പോൾ ഈ കരിങ്കൽ പൊളിച്ച് നമ്മുടെ കടൽ തീരത്തേക്കും കടലിൽ ഫില്ല് ചെയ്യാനും ഒക്കെ കൊണ്ടുപോകുമല്ലോ, പാറകൾ വീട് വയ്ക്കാനും ഒക്കെ കൊണ്ടുപോകുന്ന ക്വാറി. ആ ക്വാറി ആയിട്ട് ബന്ധമുള്ള ഒരു സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ കുട്ടിക്കാലത്ത് ഇദ്ദേഹം അവിടെ നിന്നാണ് അവധിക്കാലം ചെലവഴിച്ചിരുന്നത്. രാത്രിയിൽ ഈ ക്വാറിയിൽ പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ അമ്മുമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഇയാൾ നിലവിളിക്കും എന്നാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ക്വാറിയിൽ ഒരു ഔസേപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഔസേപ്പിനെ വെടിമരുന്ന് സൂക്ഷിക്കുന്നത് ഈ അമ്മുമ്മയുടെ വീടിൻ്റെ പിൻഭാഗത്താണ്. അവിടെ രഹസ്യമായി, അതൊക്കെ പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അവരുടെ കോഴിക്കോടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഈ വെടിമരുന്നുകൾ ഇയാൾ സൂക്ഷിക്കും. ഔസേപ്പിൻ്റെ മുഖത്തെക്കുറിച്ച് ഇയാൾ പറയും, ഇയാൾക്ക് പേടിയാണ്. ഔസേപ്പ് കുനിഞ്ഞ് മാത്രമേ നടക്കുകയുള്ളൂ. ഒരു മുടി അയാളുടെ മുഖത്തൂടെ ഇങ്ങനെ വീണ് കിടക്കും, അനുസരണയില്ലാത്ത മുടി. മൂക്കിന് ഒരു ഭയങ്കര വീങ്ങലുണ്ട്. ഒരു പ്രത്യേക രൂപത്തിലുള്ള മുണ്ട് എപ്പോഴും മടക്കി കുത്തിയേ നടക്കുകയുള്ളൂ, അത് അലസമായിട്ടായിരിക്കും. ജുബ്ബ ഇങ്ങനെ തുറുക്ക് കയറ്റിയിരിക്കും, മീശയുണ്ട്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ ഔസേപ്പിൻ്റെ രൂപം. എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിത്രം കിട്ടി. അതേപോലെ ഒരു കൈപ്പത്തി അറ്റുപോയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഈ വെടിമരുന്ന് എപ്പോഴോ വെച്ചപ്പോൾ എത്തിച്ച ഒരു അത്യാഹിതത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പത്തി അറ്റുപോയി. അപ്പോൾ ഒറ്റ കൈപ്പത്തിയാണ്, പക്ഷെ ഭയങ്കര ബലമാണ്. ഇപ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, അമ്മുമ്മ മരിച്ചു. ആ സ്ഥലം അമ്മുമ്മ ഈ പയ്യൻ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി വെച്ചു, എന്നെ കാണാൻ വന്ന പയ്യൻ്റെ. അവിടെ ഒരു വീട് വയ്ക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ ഇദ്ദേഹം കാണുന്നൊരു സ്വപ്നമുണ്ട്, ഒരാൾ റാന്തലുമായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഔസേപ്പ് നിങ്ങൾ കുട്ടിക്കാലത്ത് കണ്ട ഔസേപ്പ് ഉണ്ടോ? അപ്പോൾ ഔസേപ്പ് അവസാന കാലം വളരെ ദുരിതപ്പെട്ട് മരിച്ചു. എങ്ങനെ മരിച്ചു? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഞരമ്പുകൾ പൊട്ടി മരിച്ചു. ഞരമ്പുകൾ പൊട്ടിയാണ് അദ്ദേഹം മരിച്ചത്. പക്ഷേ ഞാൻ ഈ റാന്തൽ വിളക്ക് കാണും, ഈ സ്ഥലവും കാണും സ്വപ്നത്തിൽ. ഒരുപാട് സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ടു, പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇതേപോലൊരു സ്ഥലവും അമ്മൂമ്മയുടെ അടുത്ത് കുട്ടിക്കാലത്ത് ജീവിച്ചപ്പോഴുണ്ടാകുന്ന റാന്തൽ വിളക്കും എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടം വരെ ഒന്ന് തോന്നണമെന്ന് തോന്നി. വേറെ ഒന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ സ്വപ്നവും ആ സ്ഥലവുമായിട്ട് ഞാൻ ഈ ചെറുപ്പക്കാരനെയും കൂടെ, അദ്ദേഹം ദുബായിലാണ്, എന്നെയും കൂടെ കയറ്റി ഞാൻ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ച് ഈ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമായ ഒരു വനപ്രദേശത്തിലേക്ക് പോകുന്ന വഴിയാണ്. വനപ്രദേശം തുടങ്ങുന്ന സ്ഥലമാണ്. കോറി മുഴുവൻ പൊട്ടിച്ച്, പാറകൾ മുഴുവൻ പൊട്ടിച്ച്, ആ പ്രകൃതി ഹൃദയം പൊട്ടി നിൽക്കുന്ന പോലെയാണ്. കഷ്ടം തോന്നും. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു സത്യം, കോറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, കോറിയെ വിറ്റ് ജീവിക്കുന്ന, കോറിയുടെ വെടിമരുന്ന് നിറച്ച് കോറിയെ ഭീകരമായ ശബ്ദത്തോടെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന കോറി മുതലാളിമാരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത്തരം വിഷയങ്ങൾ ഞാൻ ഒന്നല്ല, ഇതുപോലുള്ള ഒരു 3-4 ഫാമിലികളുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അവരുടെ തകർച്ച ഞാൻ മുമ്പിൽ കണ്ടതാണ്. ഞാൻ ഒരിടത്തൊരു പരിഹാരം ചെയ്തിട്ട് പോലും അത് പരിഹാരം പോലും ആയില്ല. ഞാൻ ആ വീട്ടിൽ പോയി പരിഹാരം ചെയ്തതാണ്. കാരണം 3ാമത്തെ തലമുറ കോറി കൊണ്ടുണ്ടാക്കിയ, പാറ പൊട്ടിച്ചു കൊണ്ടുണ്ടാക്കിയ സമ്പത്ത്
ആ സമ്പത്ത് അനുഭവിക്കാൻ പറ്റുകയില്ല. കാരണം പ്രകൃതിയുടെ ഹൃദയം പിളർന്നുണ്ടാക്കുന്ന പ്രകൃതി കരയും. ഈ പാറയുടെ ഉള്ളിൽ ജലമാണ്, പാറയുടെ കണ്ണുനീരാണ്. കോറി ബിസിനസ് കൊണ്ട് പാറ പൊട്ടിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മൂന്നാം തലമുറയോടുകൂടി അനുഭവിക്കാൻ പറ്റില്ല എന്നാണ്. അത് വളരെ എൻ്റെ പഠനമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടേക്ക് വന്നാൽ ഈ ഔസേപ്പ് നാഡീഞരമ്പുകൾ പൊട്ടി മരിച്ചു. ഭൂമിയുടെ ഹൃദയനാഡികളാണ് ഈ പാറ എന്ന് പറയുന്നത്. മണ്ണൊലിപ്പ് തടയുന്നതിന് ഒരു പാറ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ പ്രകൃതി അതിനെ കൊണ്ട് ഒരുക്കി എത്രയോ ദശലക്ഷ വർഷമാണ് ഒരു പാറ രൂപാന്തരപ്പെടാനായിട്ടുണ്ടാകുന്ന സ്ഥലം. ആ പാറയൊക്കെ ഒരു നിമിഷം കൊണ്ട് പൊട്ടിച്ചെടുത്ത് അതിലെ അഭ്രമാണ് സൂര്യപ്രകാശത്തിൽ അത് തിളങ്ങുന്ന വൈഡൂര്യമാണെന്നാണ് പറയുന്നത്. അതിനെയൊക്കെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോയി പണമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുമ്പോൾ, ഇത് മാത്രമല്ല, ഭൂമിയെ നശിപ്പിക്കാൻ എപ്പോഴൊക്കെ ശ്രമിച്ചാലും അതിന് വലിയ വിപത്തുകൾ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അത് എൻ്റെ പഠനമാണ്. ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സ്വപ്നത്തിൽ ഔസേപ്പിൻ്റെ അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്ന്. അപ്പോൾ അപ്പൂപ്പന്മാരായിട്ട് ഈ വെടിമരുന്ന് സൂക്ഷിക്കുകയും ഈ വെടിമരുന്ന് പാറ പൊട്ടിക്കാനായിട്ട് പാറയിൽ ദ്വാരമുണ്ടാക്കി വെടിമരുന്ന് നിറച്ച് ഇത്ര അകലെ മാറി നിന്നാൽ ഈ പാറ പൊട്ടുന്നത് ഇദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. അതിൽ ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. ഒരു കൈപ്പത്തി തെറിച്ചു പോകണമെങ്കിൽ ഇതിലെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. ഈ പാറപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ പേര് ഇയാളുടെ അപ്പൂപ്പനാണ്, ഗബ്രിയേൽ ഔസേപ്പ്. അപ്പം ഗബ്രിയേൽ ഔസേപ്പ് പള്ളിയിലൊന്നും പോകില്ല. എവിടെ നിന്നാണ് അവിടത്തേക്ക് വന്നതെന്നും അറിയില്ല. കുറേ കാലം ഇദ്ദേഹം പിന്നെ ഒരു സ്ത്രീയുടെ കൂടെ താമസിച്ചു. വലിയ വിവരങ്ങളൊന്നും ഇതിനകത്ത് ആർക്കെ കുറിച്ചില്ല. എവിടുന്ന് വന്നു എവിടുന്ന് പോയി എന്നൊന്നും അറിയത്തില്ല. ഈ രാത്രികാലങ്ങളിലെ റാന്തൽ വിളക്കുമായിട്ട് ഗബ്രിയേൽ ഔസേപ്പിനെ പലരും ഇവിടെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്കത് കേട്ടാൽ വളരെ താല്പര്യം തോന്നി. കാരണം ഇത്തരം പ്രേത വിഷയങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഈ ഗബ്രിയേൽ ഔസേപ്പ് രാത്രികാലങ്ങളിൽ റാന്തൽ വിളക്കുമായിട്ട് ഈ പൊട്ടിയ പാറപ്പുറത്തിരുന്ന് കരയുമെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. കാരണം അദ്ദേഹം പ്രകൃതിയെ നശിപ്പിച്ചു, കുലം മുഴുവൻ നശിച്ചു. എങ്ങനെ നശിച്ചു? അതാണ് അതിൻ്റെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥ. ഈ കുടുംബം മുഴുവൻ, ഇദ്ദേഹത്തിൻ്റെ എത്രയോ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ മക്കളൊക്കെ ഈ ഗബ്രിയേൽ ഔസേപ്പിനെ ഇവിടുന്ന് ഉപേക്ഷിച്ച് വയനാട്ടിലോ അങ്ങനെ ഏതോ ഭാഗത്തേക്ക് പോവുകയും, എങ്ങനെയാണോ ഈ പ്രകൃതിയെ ഇദ്ദേഹം നശിപ്പിച്ചത്, അതേപോലെ ഭീകരമായ മണ്ണൊലിപ്പിലോ പ്രകൃതിക്ഷോഭത്തിലോ ഏതോ കാലത്ത് ആ മക്കളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ ഈ ഔസേപ്പ് മാത്രം അവശേഷിച്ചു. ഇന്ന് രാത്രികളിൽ ഈ പാറമേടയിൽ റാന്തൽ വിളക്ക് കാണുന്നുണ്ടെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ സ്വപ്നത്തെ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് സാറേ. ഈ സ്വാമി, എനിക്ക് ഇതിനകത്തുനിന്നൊരു മോചനം വേണം. ഞാൻ നമ്മളിത് ആരുടെടുത്താണ് പറയുക? ഞാൻ ഒരുപാട് സൈക്കാട്രിസ്റ്റിനെ കണ്ടു. എനിക്ക് ഇയാൾ കരയുന്ന ശബ്ദം കേൾക്കാം. ഞാൻ ഈ ഔസേപ്പാണോ ഗബ്രിയേൽ ഔസേപ്പാണോ അത് ആരാണെന്ന് അറിയത്തില്ല. എന്തായാലും എൻ്റെ ഈ സ്ഥലം, എനിക്ക് ഈ സ്ഥലവും ഇവിടെയുള്ള വീടും ഈ പ്രദേശമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വീട് വയ്ക്കാൻ സ്വാമി ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രകൃതി മനോഹരമായ ഈ പാറയൊക്കെ പൊട്ടിച്ചിട്ടേക്കെന്ന് കണ്ടില്ലേ? ഇവിടെ ഇതിൻ്റെ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് വീട് വെക്കണോ? ഇവിടെ തന്നെ വീട് വയ്ക്കണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഞാനൊരു സ്ഥലമൊക്കെ കണ്ട് ഇദ്ദേഹത്തിന് സ്ഥലം പണിത് കൊടുത്തു. ഇവിടെ നിങ്ങളൊരു വീട് വെച്ചോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ വെമ്പായത്തെ വീട് ഞാനാണ് വരച്ചിട്ടുള്ളത്. പുള്ളിക്ക് അതുപോലെ ഒരു വീട് വേണമെന്ന് പറഞ്ഞു. ഞാനും ചെറുതായിട്ട് ഒരു വീടൊക്കെ പണിത്, നിങ്ങൾ വല്ലപ്പോഴും വലിയ വരുമ്പോൾ ഇദ്ദേഹം ഒരു പെണ്ണുമായിട്ട് ഇഷ്ടമുണ്ട്. ആ പെൺകുട്ടിയായിട്ട് വന്ന് ഇവിടെ ഞാൻ പറഞ്ഞു, ഈ പ്രദേശത്തൊക്കെ അദ്ദേഹം വന്ന് ആ പെൺകുട്ടി താമസിക്കുമോ? പുള്ളിക്കൊന്നും പ്രശ്നമില്ല. എന്തായാലും ആ സ്ഥലത്ത് വഴിവെക്കാൻ ഞാൻ പ്ലാനൊക്കെ വരച്ചു കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞ് എന്നെ 2-3 പ്രാവശ്യം സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു. ഇയാളുടെ ഒരു വിളിയുമില്ല. ഞാൻ ചോദിച്ചു, ഈ നമുക്കിപ്പോൾ ദുബായിലേക്ക് വിളിച്ച് ഇദ്ദേഹത്തിന് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും എൻ്റെ മനസ്സിൽ ആ സ്ഥലം ഇങ്ങനെ തന്നെ കിടന്നു. ഈ സമയത്ത് ഒരുപാട് കോറി മുതലാളിമാർ എന്നോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കോറി മുതലാളിയുടെ ഭൂമിയുടെ കോറികൾ പാറ നശിപ്പിക്കുന്ന, പാറ പിളർത്തിയെടുക്കുന്ന, ആ പാട അടിച്ചു പൊട്ടിക്കുന്ന അവരുടെ 3ാം തലമുറ സന്താനങ്ങൾക്കാണെങ്കിൽ രോഗദുരിതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, അടുത്ത സന്താനങ്ങളാണെങ്കിലും അവർക്ക് സ്തംഭനം, ജീവിത സ്തംഭനം. ഇത് വളരെ അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് മാറ്റമില്ല. പ്രകൃതിയെ ഉലയ്ക്കുന്ന, പ്രകൃതിയെ നശിപ്പിക്കുന്ന, പ്രകൃതിക്ഷോഭം ഉണ്ടാക്കാൻ കാരണക്കാരായി എന്തൊക്കെയാണോ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ച് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അവിടെ ഒക്കെ തന്നെ നമുക്ക് ഈ തലമുറകൾക്ക് ദോഷമുണ്ടാകും. അത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഈ ഭാര്യ എന്നെ വിളിച്ചു.
സാർ ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ്, ആ കോറി. ഞാൻ പറഞ്ഞു അയാൾ എവിടെയാണ്? അപ്പോൾ പറഞ്ഞു എനിക്ക് സ്വാമി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ ഈ മുറിപ്പാലത്തറി മാടൻ തമ്പുരാനിൽ ഇരിക്കുമ്പം ഇവരെ ഞാൻ കണ്ടിട്ടില്ല, ഈ പെൺകുട്ടിയെ. അവരവിടെ വന്നു, സ്വാമി എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നയാളുടെ ഭാര്യ. ഞാൻ പറഞ്ഞു പുള്ളി അദ്ദേഹം എവിടെയാണ് എന്ന് ചോദിച്ചാൽ സ്വാമി അവിടെ വീട് വയ്ക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഭീകരമായ തടസ്സമാണ്, ഭയങ്കരമായ തടസ്സമാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മാനസികമായ വിഭ്രാന്തിയുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ റാന്തൽ വിളക്കുമായി ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കിടക്കയിൽ വന്നിരിക്കുന്നു. അത് ഈ ഗബ്രിയേൽ ഔസേപ്പ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞ ഔസേപ്പ് മരിച്ചില്ല, ഇയാളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, നിങ്ങൾ ആ സ്ഥലം വേണ്ടാന്ന് വയ്ക്കുക, അത് പറ്റത്തില്ല, ഇയാൾക്ക് അവിടെ തന്നെ പണിയണം. വീടിൻ്റെ പ്ലാനും വീട് ഒന്നും വരച്ചില്ല, ഇയാളൊരു മനോരോഗിയായി മാറി എന്നാണ് പറയുന്നത് ചെറുപ്പക്കാരൻ. കുറേ കാലം മെൻ്റലി ഒക്കെ ഉള്ള കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. ഈ ഭാര്യ എന്തായാലും അവളെ കല്യാണം കഴിച്ച് ഈ പാറ മുതലാളിമാരൊക്കെ വന്നിട്ട് ഇയാളെ കാണുകയും ഇയാളെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾ അതൊന്നും സ്വീകരിച്ചില്ല. പക്ഷേ ഗബ്രിയേൽ ഔസേപ്പ് റാന്തൽ വിളക്കുമായി ഇദ്ദേഹം പിന്തുടരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ മനസ്സിൻ്റെ സംഭവം പറയുന്ന കുട്ടിക്കാലത്ത് അമ്മുമ്മയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ ഇയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥയില്ലേ, അത് പിന്നെ ഇയാൾ ജനലിലൂടെ നോക്കുമ്പം ഈ ഗബ്രിയേൽ ഔസേപ്പ് ഈ വെടിമരുന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അയാളുടെ ഉരുണ്ട കണ്ണുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഭയം. അപ്പോൾ ഈ ഒരു കുട്ടിക്കാലത്ത് അയാളുടെ മനസ്സിലേറ്റ ആഘാതവും ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാക്കിയതിൽ നിന്ന് ഗബ്രിയേൽ ഔസേപ്പിനുണ്ടായ ജീവിത ദുരന്തവും ഈ പാറപ്പുറത്തെ രാത്രികളിൽ ഗബ്രിയേൽ ഔസേപ്പ് വന്നിരുന്ന റാന്തൽ വിളക്കുമായിട്ട് കരയുന്ന കഥ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല തിരക്കഥയായിട്ട് എനിക്കത് തോന്നി. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു രചനയിൽ ഈ ഗബ്രിയേൽ ഔസേപ്പിൻ്റെ റാന്തൽ വിളക്കിൻ്റെ കഥ പറയണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതായാലും ആ ചെറുപ്പക്കാരൻ്റെ മാനസികമായിട്ടുണ്ടായ ആ പ്രകൃതിയോടും പിന്നെ ആ പ്രകൃതി സ്ഥലത്ത് ഇദ്ദേഹത്തിനൊരു വീട് വയ്ക്കാനുണ്ടാകുന്ന ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും പ്രകൃതിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് കുട്ടിക്കാലത്തുണ്ടായ ആഘാതമുണ്ടാക്കിയ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പിടിച്ചുലച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് നല്ലവണ്ണം പ്രണയിച്ച് ജീവിതം ഉപേക്ഷിച്ചു പോകുന്ന കാലഘട്ടത്ത് തന്നെ പ്രണയിച്ച പുരുഷന് മാനസികമായൊരു തകരാറുണ്ടപ്പോഴും അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഭ്രാന്തൻ്റെ മാനസികമായി തകർന്ന ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ച് കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടക്കാൻ ശ്രമിക്കുന്ന ആ പെൺകുട്ടിക്ക് ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.